ഗൈസ്, എല്ലാവർക്കും ഹിഡി വ്ലോഗ് യൂട്യൂബ് ചാനൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചോക്കോസ് മൈദയുടെ മൾട്ടിഗ്രെയിൻ്റെ ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ 3 പാക്കറ്റുണ്ട്, ഒരു 10ൻ്റെ പാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, എന്നെ സഹായിക്കാനായിട്ട് ഇതാ എൻ്റെ അനിയത്തി ഉണ്ട് ഇവിടെ. ഇതെൻ്റെ അനിയനാണ്, LKG-യിലാണ് പഠിക്കുന്നത്, പേര് അർണവ്. ഇതെൻ്റെ അനിയത്തി 6ലാണ് പഠിക്കുന്നത്, നിയ മനോജ് എന്നാണ് പേര്. അപ്പോൾ നമ്മളിതാ ഇവിടെ അച്ഛൻ രാത്രി ചോക്കോസ് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചായിരുന്നു. അപ്പോൾ പാല് വെള്ളം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറമാൻ നിയ മനോജിൻ്റെ അടുത്തേക്ക് നമുക്ക് കൊടുക്കാം. ക്യാമറ നമ്മളിതാ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത്, നമ്മൾ ഫസ്റ്റ് ഈ പാല് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഫുൾ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു 3 പാക്ക് ആണ് പിന്നുള്ളത്. ഒരു 10ൻ്റെതും 2 20ൻ്റെതും 20ൻ്റെത് 30 ഗ്രാമും 10ൻ്റെത് 22 ഗ്രാമുമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് പഞ്ചസാര, സാധാരണ ഇങ്ങനെ പഞ്ചസാരയാണ് നമ്മൾ ഇടുന്നത്. പഞ്ചസാര ഇടുന്നു, അതിനുശേഷം ഇതായ ശേഷം നമ്മൾ ഇത് കൊടുക്കും. അപ്പം ഈ വെട്ടം നമ്മുടെ ക്യാമറയിലേക്ക് തെളിയില്ല, അപ്പോൾ നമ്മൾക്ക് വെട്ടം ഓഫ് ആക്കിയിട്ടേ. അപ്പോൾ ഗൈസ്, നമ്മൾ സ്വിച്ചൊക്കെ റെഡിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാലിത വെച്ചിട്ടുള്ള ചൂടായി വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ എന്തെങ്കിലും ഫുഡ് റെസിപ്പീസ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളത് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്താൽ മതി. ഞങ്ങളതൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടാൽ മതി. എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചിങ് വീഡിയോസൊക്കെ ഞങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങളത് ഇട്ടാൽ ഞങ്ങൾ എടുക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ എന്നുവെച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ മീൻ പിടിക്കണമെങ്കിൽ, അതുപോലെ ക്യാമ്പ് ഫയറിങ്, അതൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ പറയുന്ന വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ പറയുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോ ആണെങ്കിൽ നമ്മൾ തീർച്ചയായും എടുത്തിരിക്കണം എന്ന് ഞാൻ പറയുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ പാത്രത്തിലാണ് എനിക്കുള്ളത് ചോക്കോസ് കഴിക്കുന്നത്. ഈ പാത്രത്തിൽ എൻ്റെ അനിയനും ഈ പാത്രത്തിൽ എൻ്റെ അനിയത്തിക്കാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതാ ചായ പാല് നമ്മുടെ ചൂടായി നല്ല പതഞ്ഞ് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അതാ അത് ക്ലിയറായി കാണാൻ സാധ്യത കുറവാണ്, അത് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഗൈസ്, നമ്മുടെ ഈ ഒരു പാലിതാ നമ്മൾ സെറ്റായി തിളച്ച് തിരിയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പാലൊരു ഏകദേശം നമ്മുടെ ഈ ഒരു പൊന്തി വരാനുള്ള ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് പൊന്തി വരുന്നതിന് നമുക്കൊന്ന് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മളിതാ പൊന്തി വീഴുന്നുണ്ട് ഗൈസ്. ഇതായിരുന്നു നമ്മുടെ പൊന്തി വന്നിട്ടുണ്ട്. ഇത് നല്ലോണം പൊന്തി വരുന്നതാ. പൊന്തി നമ്മൾ കുറച്ച് പൊന്തി വരട്ടെ. പൊന്തി വരുന്നുണ്ടോ ഗൈസ്? നല്ലോണം പൊന്തി വരുന്നു. അപ്പൊ നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റേ. നമ്മളിതാ ഇതിനി ഒന്ന് നല്ലോണം തിളക്കണം. അപ്പോഴത്തേക്കും ഇതിന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം. അതാ അതിൻ്റെ മേലെ വെച്ചിട്ട് ആവി കയറിയിട്ട് ചില്ലൊക്കെ ഫുള്ള് ഇതായിട്ടുണ്ട്. അതായത് ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പം ഈ ക്യാമറമാൻ നീ പിടിക്ക്, ഇങ്ങോട്ട് പിടിക്ക്. ബോയ്സ്, നമുക്കിതാ ഇനി പഞ്ചസാര എടുക്കണം. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ 2 നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്നും ഇത് നമുക്ക് ഞാനിപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇടുന്നത്. ഇത് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് മറിച്ചാൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം.
ഫുള്ളിടണോ? തരുന്നില്ല. അനിയന് വേണോ നമ്മൾ കുറച്ച് കൊടുക്കണം. എന്താ ഇതില് രണ്ടില്ല നമ്മൾ ഇട്ടിട്ടുണ്ടായി കണ്ണൂർ കളിക്കുന്നില്ല. നല്ലോണം ഇതുപോലെ നല്ലോണം കളിക്കുന്ന നമ്മളെ ചായയുടെ കളറൊക്കെ മാറിയിട്ടുണ്ടേ. ചായ കളറൊക്കെ മാറിയിട്ടുണ്ട്. തിളക്കട്ടെ. അങ്ങോട്ട് അടിച്ച് കയറി തിളക്കി. മധുരം ഉണ്ടോ നമുക്ക് നോക്കാം. മധുരമൊക്കെ കറക്റ്റാണ് കൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മധുരത്തിനൊക്കെ കറക്റ്റാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യണി. നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ സാധനം ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി ഓരോ പാത്രത്തിൽ മാറ്റാൻ പോകുന്നത്. അത് പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് പിടിക്കേണ്ടി നമ്മൾ തുണി എടുത്തിട്ടുണ്ട്. അത് തുണി എടുക്കണം ഗൈസ്. നമുക്കൊരു സ്പൂൺ എടുത്തിട്ടേ. ഒരു സ്പൂൺ എടുത്തിട്ട് അപ്പോൾ ഗൈസ് നമുക്ക് സ്പൂണൊക്കെ നമ്മൾ കേൾക്കൊണ്ടത് നമുക്ക് ഇത് നമുക്ക് നല്ലോണം നടക്കണം. ഏതോ തരം നമ്മൾ ഇളക്കിയിട്ട് നമ്മൾ കോരിയെടുക്കണം. നമ്മൾ ഒഴിക്കുന്നുണ്ട്. അന്നം കോരി ഒഴിക്കണം. അടിച്ചെറിയും ഒഴുക്കി എന്ന് പറയുന്നത് നമ്മൾ അടിച്ചെറിയും വാ ഒഴിക്കുന്നുണ്ടേ. നല്ലോണം കൈകൊള്ളുന്നുണ്ട് ഇത് ഇരിക്കുമ്പോൾ. അപ്പോൾ ഓരോന്നിലേക്ക് നമുക്ക് 3 സ്പൂൺ വീതം ഒഴിക്കാം. 3 സ്പൂൺ വീതമാണ് നമ്മൾ ഒഴിക്കുന്നത്. സ്പൂൺ വീതമായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. 1 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു. അടുത്തൊരു സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു. അടുത്തൊരു സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നു. സ്പൂണൊക്കെ ഒന്ന് എടുത്തോട്ടെ. സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് ഇതിനി നമുക്ക് എടുത്തുകൊണ്ട് മേശയിൽ വെച്ചിട്ട് നമുക്ക് നേരെ കഴിക്കാം. അപ്പം ഗൈസ് നമ്മളിതാ നമ്മുടെ ഈ ഒരു സാധനം റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ഫുഡ് ടേസ്റ്റ് നോക്കാം. നല്ല ചൂടാണ്. നല്ല പതഞ്ഞ ചൂടാണ്. ആവി തുറന്നു കാണുന്നുണ്ട് അല്ലേ? കുടിച്ചോക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമ്മൾ ഇതിലേക്ക് ഞാൻ പറയാമോ എൻ്റെ ഒരു പ്രത്യേകതരം ഒരു ഇത് ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് കട്ടായിപ്പോയി. ഒരു കോള് വന്നതേ. അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു ഒരാണി വെല്ലവും ഇട്ടിട്ടുണ്ട്. ഒരാണി വെല്ലവും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിച്ച് വയ്ക്കാം. നല്ല പുളി ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ചോപ്പ് സാധാ കഴിക്കുന്നതിനെക്കാട്ടി ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയുമായി പിന്നെ വരാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ.